ഹല്ല ഗൈസ്, സു ഫ്രം സോ അഥവാ സുലോചന ഫ്രം സോമേശ്വര. നല്ല വെറുതെ ഇരുന്ന് പോസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ച്. ഇപ്പം ഈ പടം നേരത്തെ കാണണം, ഇപ്പം വേറെ ഒന്ന് രണ്ട് പടങ്ങളും കൂടി തിയേറ്ററിലുണ്ട്. പക്ഷേ ഇത് ഇറങ്ങിയിട്ട് കുറച്ചായതുകൊണ്ട് ചിലപ്പോൾ അത് പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് പോയാലോ എന്നുള്ള രീതിയിലാണ് ഈ പടത്തിന് പോയത്. മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഓൾറെഡി എല്ലാവരിലോട്ടും റീച്ച് ആയ ഒരു പടമാണ്. തിയേറ്ററിൽ അത്യാവശ്യം തിരക്കുണ്ട്. അത്യാവശ്യം ഭയങ്കര ഹെവി ക്രൗഡൊന്നും അല്ല, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ആളുണ്ടായിരുന്നു. പടത്തിലോട്ട് വരുമ്പം കോമഡി പടമാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഹൊറർ കോമഡി ജേണറാണ് പടം. കോമഡി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോമഡികളുണ്ട് പടത്തിൽ. നമുക്ക് ചിരി വരുന്നതും ചിരി വരാത്തതുമായിട്ടുള്ള കോമഡികളുണ്ട്. ഇതിലൊരു മെയിൻ ലീഡ് ക്യാരക്ടറുണ്ട്, രവിയണ്ണനാണ് പടത്തിൻ്റെ മെയിൻ. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കുറച്ച് പരിപാടികളും കാര്യങ്ങളുമാണ്. അത് രസകരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ രവിയണ്ണൻ നാട്ടിലെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മാസ് പരിപാടികളൊന്നും അല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ പോകുന്ന കുറച്ച് പരിപാടികളാണ്. അതുപോലെ തന്നെ ആ നാട്ടിലൊരു ചെറുപ്പക്കാരനുണ്ട്, ഒന്നല്ല ഒരുപാട് ചെറുപ്പക്കാരന്മാരുണ്ട്. ഇതിൽ ലീഡായിട്ട് വരുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അവർ തമ്മിലുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് പടത്തിൻ്റെ ടോട്ടൽ ഇത് വൃത്തി. അത് മാത്രമല്ല, അതിൽ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. പിന്നെ പടത്തിൽ നമ്മുടെ ഷെട്ടി അണ്ണൻ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഓൾറെഡി ആള് ഇവിടെ കേരളത്തിൽ ഫെമിലിയർ ആണ്. ഷെട്ടി അണ്ണൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി കോമഡി അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ സ്കെയിൽ താഴ്ന്നു പോവാതെ തന്നെ പുള്ളി കിഡിലായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും കോമഡി നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കി ആരും നമുക്ക് കണ്ടു പരിചയമില്ല. ആകപ്പാടെ എനിക്ക് ഒരാളെ മാത്രം കാന്താരയിൽ എന്തോ കണ്ടിട്ടുള്ളൊരു ആളുണ്ട്. പക്ഷെ എനിക്ക് മെയിനായിട്ട് തോന്നിയൊരു കാര്യം, ഇതേപോലത്തെ ഒരു പടം തന്നെ മലയാളത്തിൽ നമ്മൾ അത്യാവശ്യം പുതുമുഖങ്ങളെ, ഇത് നമ്മൾ കണ്ടു പരിചയങ്ങളില്ലാത്ത പുതുമുഖങ്ങളെ വെച്ച് ചെയ്താൽ ഉറപ്പായിട്ടും ആ പടം ഫ്ലോപ്പായിരിക്കും. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എമോഷൻ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു എൻഡ് ടു എൻഡ് അത്യാവശ്യം പടം എനിക്കിഷ്ടപ്പെട്ട് നല്ലൊരു പടം തന്നെയാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് പടത്തിൽ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചിലരൊക്കെ പറയുന്നത് മറ്റേ ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ പറയുമല്ലോ, അപ്പം അതുപോലൊരു ഡീറ്റെയിലിംഗ് പരിപാടി പടത്തിലുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടത്തിൽ തന്നെ പറയുന്നുണ്ട്, ആ നാട്ടിൽ രണ്ട് പേരെ സ്കൂട്ടർ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് സജീവനും ഒന്ന് രവിയണ്ണനും. ഈ രണ്ടുപേർക്ക് മാത്രമേ സ്കൂട്ടറുള്ളൂ. അപ്പോൾ അത് പടത്തിൻ്റെ എല്ലാ പോർഷനിലും, അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത പോർഷനിൽ പോലും ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടുന്ന ആ ഒരു രീതി, ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും വേറൊരാൾ ഈ രവിയണ്ണൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിൽ ഇയാൾക്ക് സ്കൂട്ടർ സെൻട്രൽ സ്റ്റാൻഡ് വെക്കാൻ പറ്റൂല, കാരണം അത് ഇച്ചിരി ബുദ്ധിമുട്ടുന്നത് പോലെ കാണിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് രവിയണ്ണൻ മറ്റേ നിഷ്പ്രയാസം വന്ന് സ്കൂട്ടറൊക്കെ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് പോകുന്ന ഈ രവിയണ്ണൻ്റെ ക്യാരക്ടർ ഇത്തിരി പവർഫുൾ ആണ് എന്ന് ആദ്യം ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെറും പറച്ചിൽ മാത്രമല്ല എന്ന് ഡീറ്റെയിലിംഗ് കാണിക്കുന്നൊരു സീനായിട്ട് അതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു, ഡയറക്ടറിൻ്റെ ആ ഒരു വിഷൻ. അതുപോലെ തന്നെ അയാൾക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് അയാൾ വണ്ടി സ്റ്റാൻഡ് ഇടാതെ വണ്ടി നിലത്ത് മറിച്ചിടും. ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തിൽ വേറൊരു സീൻ വരുമ്പോഴത്തേക്കും സീനിൻ്റെ സൈഡിൽ ഈ സ്റ്റാൻഡ് ഇടാതെ മറിച്ചിട്ട വണ്ടിയുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ ഡീറ്റെയിലിംഗ് പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയേണ്ട ഒരു വെറുപ്പിക്കലുണ്ട്, അത് പടത്തിലല്ല, അത് തിയേറ്ററിലാണ്. കാരണം ഓഡിയൻസ് കുറേ പേര് ഈ നമ്മൾ കോമഡി പടം, ഇപ്പം നമ്മൾ പോകാൻ പോണ പടം ഏതാണ്, കോമഡിയാണോ, ഓക്കെ, എന്നാൽ നമ്മൾ പോയിരുന്ന് എങ്ങനെ കഷ്ടപ്പെട്ട് ചിരിച്ച് മെഴുകണം എന്നുള്ളൊരു രീതിയിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരാളൊരു കോട്ട് വയറുന്ന സീനിൽ വരെ ഞാൻ നോക്കിയപ്പോൾ സൈഡിൽ നിന്നൊക്കെ ചിരിച്ചങ്ങ് മറ്റേ ആറഞ്ച മുറഞ്ഞ ചിരി. കോമഡി മാറി പടത്തിൻ്റെ കുറച്ച് കാര്യങ്ങളിലോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ തിരിഞ്ഞാലോ നിന്നാലോ നടന്നാലോ സൈഡിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ പറഞ്ഞ ചിരിയോട് ചിരി. അത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബായിട്ട് തോന്നും. ഇതിനും മാത്രം എന്തോ, കാരണം നമുക്ക് പടത്തിലെ കണക്ഷൻ കൂടി നമുക്ക് വിട്ടുപോകും. കാരണം എന്തിനിതിനും മാത്രം ചിരിക്കാനിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരും. പിന്നെ ഒരു സ്ഥലത്ത് നമുക്കൊരു കോമഡി കണക്റ്റ് ആവാനുള്ള അവിടെ വന്നാൽ പോലും നമ്മുടെ മൈൻഡിൽ എന്തോന്നിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലായിപ്പോൾ. അപ്പം അങ്ങനത്തെ കുറേ ഓഡിയൻസ് വെറുപ്പിക്കൽ അത്യാവശ്യത്തിലധികം ഉണ്ടായിരുന്നു. ഒരു ഇമോഷൻ സീനുണ്ട്. ഇമോഷൻ സീനിൽ ഒരു ലേഡി ക്യാരക്ടർ വന്നിട്ട് ഒരാളെ കാലിൽ വീഴുന്നൊരു സീനാണ്. ആ ഇമോഷണൽ സീനിൽ വരെ ചിരി എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ. അതുകൊണ്ട് നോർമൽ ഓഡിയൻസിൻ്റെ അടുത്തുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങളൊരു പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയിട്ട് അതൊരു കോമഡി പടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കോമഡി കാണുന്ന ടൈമിന് അത് നിങ്ങൾക്ക്
ചിരി വന്നാൽ മാത്രം ചിരിക്കാൻ ശ്രമിക്കണം, മനസ്സിലായില്ലേ? അത് എൻ്റെ പൊന്നി എന്തോ പറയാൻ, ഇന്നലത്തെ രാത്രിയത്തെ കാര്യം ആയതുകൊണ്ട് ഇന്ന് കുറേ ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനത്തെ കുറേ തിയേറ്ററിൽ വെറുപ്പിക്കലല്ലാതെ പടം എൻ്റർടൈൻമെൻറ്റ് ഭയങ്കര കിടിലം പടം അങ്ങനൊന്നും അല്ല, നല്ലൊരു ഡീസൻറ്റ് പടമാണ്. പിന്നെ പടത്തിൻ്റെ ബി ജി എം അടിപൊളിയായിരുന്നു. അതിൻ്റെ പാട്ടുകളൊക്കെയും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. തിയേറ്ററിൽ വാച്ച് ചെയ്താലും അതല്ല നമുക്ക് OTT കണ്ടാലും പടം ഓക്കെയാണ്. തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ നമുക്കൊരു നല്ലൊരു ഫീൽ ഗുഡ് പടം കണ്ടിട്ട് ഒരുപാടായി എന്നൊക്കെ ഉള്ളവർക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാം. ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസിലൊക്കെ ചിലപ്പോൾ എല്ലാവരും പറഞ്ഞതായിരിക്കാം, ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കന്നഡ പടമാണെന്നുള്ളൊരു ഫീലൊന്നും വരില്ല. പക്ക ഒരു മലയാളം പടം പോലെ തന്നെ ആയിരിക്കും. അതിന് ഏറ്റവും വലിയൊരു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സംഭാഷണം, ഇതിൻ്റെ ഡയലോഗ്സ് എഴുതിയേക്കുന്നത് അത് അടിപൊളിയായിട്ട് തന്നെ, അത് ആ ഒരു ടൈമിങ്ങിന് നമുക്ക് പണ്ടത്തെ ഇങ്ങനെ ഈ മൊഴി മാറ്റി വരുന്ന പടത്തിലൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മലയാളം അത്ര ഒരു സുഖം കാണും നമുക്ക് കാണാനായിട്ട്. തമിഴാണ് കൂടുതലും ആ ഒരു ടൈമിങ്ങിന് ഡയലോഗ് സെറ്റായി വരുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ഇത് മാറ്റിയിട്ട് നല്ല പക്ക ടൈമിങ്ങിന് തന്നെ ഡയലോഗൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഡബ് ചെയ്തിരിക്കുന്നതും എല്ലാം ആ ഒരു ശൈലിയും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. നമുക്കൊരു മലയാള സിനിമയുടെ ആ ഒരു രീതി തന്നെ തോന്നും. പിന്നെ മെയിനായിട്ട് നമുക്കൊരു മലയാള സിനിമയുടെ ഒരു ഫീല് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ പഴയ ഒരു കേരളത്തിൻ്റെയൊക്കെ ഫീലാണ്. അത്യാവശ്യം ഒരു പഴയ ഗ്രാമം, അങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശങ്ങളും, ഇപ്പോൾ ഒരു അമ്പലത്തിലെ സീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂരപ്പുറമ്പൊക്കെ നടക്കുമ്പോഴത്തേക്ക് അങ്ങനത്തെയൊക്കെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വിഷ്വലി ആയിട്ട് ഇപ്പം നമുക്ക് കാന്താര, പിന്നെ ഇടയ്ക്കൊരു പടം ഉണ്ടായിരുന്നു, മറ്റേ വിക്രാന്ത് റോണ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണുമ്പോഴും ഇത് കേരളത്തിലാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ചില സീനിൽ തോന്നും. വിഷ്വൽ മൊത്തത്തിൽ ഈ ഒരു ഗ്രാമപ്രദേശമൊക്കെ വരുമ്പോഴത്തേക്ക് ഓൾറെഡി അതൊരു കേരളം വൈബായി, അല്ലെങ്കിൽ കേരളം ഫീലായി. അതിൻ്റെ കൂടെ ഈ മലയാളവും നല്ല പക്ക എക്സിക്യൂഷനും കൂടെ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമുക്കൊരു മലയാള പടത്തിൻ്റെ ഫീല് വരും. ഇത്രയൊക്കെയുള്ള കാര്യം. പടം നല്ലൊരു പടമാണ്. പിന്നെ തിയേറ്ററിൽ കയറി ഇറങ്ങണത് വരയ്ക്കും മറ്റേ ചിരിച്ചും മറിഞ്ഞും മറ്റേ വയറുവേദന എടുത്തിട്ടൊന്നും നമ്മൾ വരില്ല. അത്യാവശ്യം ചിരിക്കാനുള്ള കോമഡികളുണ്ട്, അത്യാവശ്യം എമോഷനുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എമോഷനുണ്ട്, പിന്നെ ആക്ഷനുണ്ട്. എല്ലാം കൂടെയൊക്കെ ചേർന്നൊരു നല്ലൊരു പടം, നല്ലൊരു നീറ്റ് പടമാണ്. താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി കാണണം. എനിക്ക് എന്തായാലും പടം ഇഷ്ടപ്പെട്ടു, നല്ലൊരു പടമാണ്. പിന്നെ മെയിനായിട്ട് ഈ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ ഈ കൂടെ പടം കാണാനായിട്ട് തിയേറ്ററിൽ വന്ന ആൾക്കാർ വെറുപ്പിച്ച കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ പടം മൊത്തത്തിൽ ഓക്കെ ആയിരുന്നു. അപ്പം താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി കാണണം. വേറൊരു പടത്തിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ വേറൊരു വ്ളോഗായിട്ട് അടുത്ത പ്രാവശ്യം വരാം. ഓക്കെ, ബൈ.